ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു സുനിൽസ് വണ്ടർലെസ് വ്ളോഗ്സ്. ഇന്ന് ഞങ്ങൾ വളരെ പ്രശാന്ത സുന്ദരമായ കാമായിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഞങ്ങളിപ്പോൾ ആനക്കട്ടിയിലാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഉദ്ദേശിച്ചൊരു 120 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഡോക്ടറിൻ്റെ ഒരു റിസോർട്ടാണ്, മിസ്റ്റി വാലി എന്നാണ്. ഈ ഒരു മനോഹരമായ നല്ല സുന്ദരമായ കാഴ്ചകൾ അനുഭവിക്കാൻ പറ്റുന്ന ഒരു റിസോർട്ട്. അപ്പം ഇവിടെ 5 ഏക്കറിലാണ് ഈ ഒരു റിസോർട്ടുള്ളത്. സ്വിമ്മിംഗ് പൂൾ സൗകര്യമൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ആ കാഴ്ചകളിലേക്കൊക്കെ പോവാം. ഷോളയൂർ ആനക്കട്ടി ടൗണിൽ തന്നെയാണ്. ഒരു കുറച്ച് ഉള്ളിലേക്ക്, ഒരു 2 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നാൽ മതി. പക്ഷേ കാഴ്ചകൾ ഗംഭീരമാണ്. നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിട്ട് അപ്പം തന്നെ മഞ്ജുവും പിള്ളേരൊക്കെ പൂളിലേക്ക് പോയി. ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുക. ഇവിടെ 10 റൂംസാണ് ഈ ഒരു കോട്ടേജിലുള്ളത്. ഈ ഒരു പാലസ് എന്നാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ പറഞ്ഞത്. ഇവിടെ 10 റൂംസാണ് ഉള്ളത്. അവിടെയാണ് ഞങ്ങൾ റൂം എടുത്തത്. ഇനി ഇതേപോലെയുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റൂംസ് ഉണ്ട്, കോട്ടേജസ് ഒക്കെ പോലെ. ചാടണല്ലേ മഞ്ജു? അതെ, അമ്മു ചാടിയ സീൻ നോക്ക്. ഇപ്പോൾ ഇവിടുത്തെ മാനേജർ നവീൻ എന്നാണ്, കണ്ണൂരാണ് പുള്ളിയുടെ സ്വദേശം. അപ്പോൾ നവീൻ എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോയമ്പത്തൂരിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ, പിന്നെ പാലക്കാട് നിന്നും തൃശ്ശൂരിൽ നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട്. അവർക്കൊക്കെയുള്ള കുറച്ചും കൂടെ അടുത്ത ഈ ഒരു സ്ഥലം. പിന്നെ ഇവിടെ വരുന്ന സമയത്ത് കാര്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു നല്ല അന്തരീക്ഷത്തിലുള്ള ഒരു താമസം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നല്ല റോഡ് സൗകര്യമാണ് കോയമ്പത്തൂർ വഴി പോകുന്ന സമയത്ത്. അപ്പോൾ കോയമ്പത്തൂർ ഒരു ഷോപ്പിങ്ങും ഇവിടെ ഒരു സ്റ്റേ ഒക്കെ ആയിട്ട് ഒരു വീക്കെൻഡ് സുഖമായിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് വരാവുന്നതാണ്. അങ്ങനെ അമ്മുവിന് ഇത്തിരി മടി കാണുന്നുണ്ട് പൂളിൽ ഇറങ്ങാൻ. പേടി പക്ഷെ നീ വലിയ തള്ളാണല്ലോ കടലിൽ നീന്തുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൂസേ നല്ല ഭംഗിയാട്ടോ ചുറ്റോട് ചുറ്റും കാണാനായിട്ട്. മലകളും കുന്നുകളും നല്ല ഭംഗിയുള്ള ഒരു റിസോർട്ടാണ് മിസ്റ്റി വാലി. കുറച്ചു നേരം പൂളിലൊക്കെ ഇറങ്ങി. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. മഞ്ജുവും അമ്മുവും അപ്പും നീന്തിക്കളിയിലാണ്. അപ്പൂസേ, അമ്മുവിന് ചെറിയ പേടിയുണ്ട്. എടുത്തേക്കുന്ന റൂം ഇതാണ്. ഒരു ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൂമാണ്. അടുത്ത റൂം ഇതാ. നല്ല വലിയ റൂമാണ്. അതുപോലെ ടോയ്ലറ്റും ഒക്കെ നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. നല്ല വലിപ്പമുള്ള ടോയ്ലറ്റാണ്. ഞങ്ങളിവിടെ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി. നല്ല സ്വിമ്മിംഗ് പൂള്, നല്ല തണുപ്പൊക്കെ ഉള്ളൊരു അന്തരീക്ഷമാണ്. അപ്പോൾ ഇതാണ് റിസോർട്ടിൻ്റെ ഒരു ഈവനിങ് വ്യൂ. നല്ല ഭംഗിയാണ് കാണാൻ. ഇതാണ് ബാക്ക് സൈഡ് വ്യൂ. അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്, ആ ബിൽഡിങ്ങിൽ. പിന്നെ ഇതുപോലെ ഓരോ കോട്ടേജായിട്ട്, ഓരോ ഫാമിലിക്ക് ഓരോ കോട്ടേജായിട്ടാണ് ഇവർ ചെയ്തേക്കണേ. നല്ലൊരു കൺസെപ്റ്റ് തന്നെയാണ്. നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ഒരു ദിവസം, ടെൻഷൻ ഫ്രീ ആയിട്ടൊരു ദിവസം സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. ഒരു 7 മണി കഴിഞ്ഞ സമയത്ത് നല്ല തണുപ്പാണ്. അത് കാരണം പൂളിലുണ്ടായിരുന്നവരൊക്കെ കയറിപ്പോയി. നല്ലൊരു തണുപ്പും നല്ല സുഖമാണ്. പക്ഷേ പൂളിലിപ്പോൾ ഇറങ്ങി നല്ല പുളിയിൽ നിന്ന് കയറിയ സന്തോഷം പറയാൻ പറ്റില്ല. അത്ര തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസാണ് ഇവിടെ. കണ്ടോ, നല്ലൊരു ആ മൂണിപ്പോൾ കാർമേഘത്തിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ കയറിയിട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു രസമാട്ടോ ഇവിടെ. നമുക്ക് പൂളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയവർക്ക് നല്ലൊരു
അനുഭവമായിരിക്കും. ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു പൂളിലിറങ്ങാൻ. ഞങ്ങൾ പൂളിൽ നിന്ന് ഇറങ്ങി അതൊക്കെ കഴിഞ്ഞ് വെറുതെ ഒരു ചെറിയൊരു നടത്തമൊക്കെ കഴിഞ്ഞ് വരികയാണ് റൂമിലേക്ക്. ആ താഴത്തെ 2 ജനല് കാണുന്നുണ്ടല്ലോ, അവിടെ ഞങ്ങൾ ഇന്നത്തെ സ്റ്റേ. അപ്പോൾ പതുക്കെ ഓരോ ഭാഗമൊക്കെ കണ്ട് നടക്കുകയാണ്. ഇരുട്ടി തുടങ്ങി അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല രസമാണ് കാണാനായിട്ട്. എന്താ കുന്നും മലയൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് താമസിക്കാൻ പറ്റിയൊരു ആംബിയൻസ് ആണ് ഇവിടെ. ഇത് കണ്ട ഫുൾ ചുറ്റോട് ചുറ്റും മലനിരകളൊക്കെയാണ്. ഞങ്ങൾ താമസിക്കുന്ന ഭാഗത്ത് ഞങ്ങളിതാ അമ്മയൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. എന്താ തൊട്ടിപ്പുറത്ത് തന്നെ മയിൽ വന്നിട്ടുണ്ട്. ഇതെന്താ നല്ല ഭംഗിയാണ്, നിറയെ മയിലുകളുണ്ട് കേട്ടോ അടുത്ത്. മയിൽ പറക്കണത് കാണാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഇന്നലെ വൈകിട്ടാണ് ഞങ്ങൾ വന്നത്. നല്ല ഗംഭീര അനുഭവമാണ്. ഇവിടെ ഒരു 5 ഏക്കറിലുള്ള ഒരു ഫാമിലി വൈബുള്ള ഒരു റിസോർട്ടുണ്ട്, മിസ്റ്റി വാലി. അതിൻ്റെ ഫ്രണ്ടിലാണ്. നോക്കൂ എത്ര രസം നോക്ക്, കുന്നുകളും വിൻഡ് മില്ലും. പശുക്കളൊക്കെ ഇങ്ങനെ മേഞ്ഞ് നടക്കുക. അങ്ങ് ദൂരെ എന്നല്ല, നമുക്ക് അധികം ദൂരെയൊന്നുമില്ല. നമുക്ക് വിൻമില്ല് കാണാം. ഒരുപാട് വിൻമില്ലുകളുണ്ട്, കുന്നുണ്ട്, മലകളുണ്ട്. നല്ല ഗംഭീര സ്റ്റേ ആണ്. കോട്ടേജസ് ഉണ്ട്, അതേപോലെ തന്നെ ഗ്രൂപ്പായിട്ട് വന്ന് താമസിക്കാനുള്ളവർക്കുണ്ട്. സ്വിമ്മിങ് പൂളുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല രസകരമായ ഒരു അനുഭവം നിങ്ങൾക്ക് നൽകുന്ന ഒരു റിസോർട്ടാണ് മിസ്റ്റി വാലി റിസോർട്ട് ആനക്കട്ടിയിൽ. ഞങ്ങളവിടെ റൂമിലിരിക്കുമ്പോൾ ഒരുപാട് പശുക്കൾ ഇങ്ങനെ പോണു. അപ്പം എന്നാൽ ഇത്രയും പശുക്കൾ ഒരുമിച്ച് കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ വിചാരിച്ച് അവിടെ നിന്ന് ഓടി വന്നതാണ്. അപ്പോൾ ഓടി വന്ന് ഗേറ്റ് കടന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ആ പശുക്കൾ മുഴുവനും പല വഴിക്ക് സ്പ്രെഡായിപ്പോയി. അപ്പോൾ അത് ഗ്രൂപ്പായിട്ട് ഇങ്ങനെ വന്നാൽ കണ്ടപ്പോൾ ഭയങ്കര രസമായിരുന്നു. പല കളേഴ്സിലുള്ള പശുക്കൾ, കറുപ്പും വെള്ളയും ചുവപ്പും ഒക്കെ ആയിട്ടുള്ള പശുക്കൾ ഒരു എത്രയോ എണ്ണമുണ്ട്. എണ്ണാനൊന്നും സാധിച്ചില്ല. ഞങ്ങൾ കണ്ട് ഓടി വന്നപ്പോഴത്തേക്കും ഇതാ ഇതുപോലെ അതിനെ തീറ്റ തിന്നാനായിട്ട് അഴിച്ചു വിട്ടേക്കുക അങ്ങോട്ട്. നിങ്ങൾ ഇനി വിളിച്ചാൽ വരികയായിരിക്കും തോന്നുന്നു. ഇല്ലെങ്കിൽ കയറൊന്നും കഴുത്തിലൊരു ചെറിയ കയർ കാണുന്നുണ്ട്, അല്ലാണ്ട് കെട്ടിയിട്ടിട്ടൊന്നുമില്ല. നമ്മൾ നാട്ടിൽ പശുവിനെ കെട്ടിയിട്ടിട്ടല്ലേ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ അഴിച്ചു വിട്ടേക്കാണ്. ഇപ്പോൾ ഓരോ പശുക്കളും ഓരോ ഭാഗത്തേക്ക് പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഇത് തിരിച്ചു വരുന്ന കാഴ്ച കാണണമെങ്കിൽ വൈകുന്നേരം ആവുള്ളൂ തോന്നുന്നു. ഓടി വന്നതാണ്, പക്ഷെ കിട്ടിയില്ല. ഇത്ര സ്പീഡിൽ അവർ ആ കുന്നുമല ഇറങ്ങി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്താണേലും ഇവിടുത്തെ പശുക്കളുടെ പാല് നല്ലതായിരിക്കും വിചാരിക്കണം. കാരണം ഇത്രയും പുല്ല് കഴിച്ചിട്ടില്ല. അതല്ല, പാല് നല്ല പാലായിരിക്കും കിട്ടുക. കാപ്പി കഴിച്ചപ്പോൾ അതിന്റെ വ്യത്യാസം മനസ്സിലായി. മിസ്റ്റി വാലിയുടെ ടാഗ്ലൈൻ തന്നെ എക്സ്പ്ലോർ ദ വൈൽഡ്, ലിവ് വിത്ത് നേച്ചർ എന്നാണ്. സത്യമാണ്, നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇവിടെ നിൽക്കാം.
പുഴ കാണാൻ വേണ്ടി പോവുകയാണ്. ഞാനും അപ്പും അമ്മും കൂടെ. അപ്പോൾ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പറഞ്ഞതുകൊണ്ട് ആനയെ ഓടിക്കാനുള്ള വടിയാണിത്. ആന ഓടുമോ ഞങ്ങൾ ഓടുമോ എന്നുള്ളത് അറിയില്ല. പകലൊന്നും വരില്ലെന്ന് പറഞ്ഞ ധൈര്യത്തിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളിതാ ഒരു പുഴ കാണാൻ പോവുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഫെൻസിങ്, അവിടെ അവരുടെ റിസോർട്ടിൻ്റെ ഭാഗത്തൊക്കെ ഫെൻസിങ് ഉള്ളതുകൊണ്ട് വരില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഈ ഏരിയയിൽ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. അത് ഫോറസ്റ്റാന്ന് തോന്നുന്നു. അപ്പം ഇത് കടന്നൊന്നും വരില്ല, രാത്രിയിലൊക്കെ ആന വരുമെന്ന് പറയണു. ഇതിപ്പോൾ പശുവിൻ്റെ ചാണകം മാത്രമേ കണ്ടിട്ടുള്ളൂ. ആന വരുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. അഥവാ ആന വന്നാൽ ഉപയോഗിക്കാനുള്ള വടി ഒടിയാണ്ടിരുന്ന വടി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതും അറിയില്ല. ആരൊക്കെ ഓടും അതും അറിയില്ല. പോയി നോക്കാം. ഇതിങ്ങനെ ഫ്ലോറിൽ പറ്റി പിടിച്ച് കിടന്നിട്ട് നിറയെ റോസ് കളറും ബ്ലൂ കളറും പൂക്കളുണ്ടാവുന്ന ചെടിയാണ്. ഇത് പൂവിൻ്റെ ഭംഗി കണ്ടതാ, ഇതുണ്ടോ, നിറയെ റോസ് കളർ പൂക്കളാണ്. അതാ ഇതുപോലെ നിറഞ്ഞ് ഫ്ലോറിൽ മുഴുവൻ ഇതാ ഇങ്ങനെ റോസ് കളർ പൂക്കളാട്ടോ. ഇത് കണ്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. ഞാനിപ്പോൾ അതൊരു 2 എണ്ണം ഞാനിങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പോട്ടിൽ നടാമെന്ന് വിചാരിച്ച് പറിച്ചേക്കണു. വീടെത്തുമ്പോഴത്തേക്ക് എന്താവും അവസ്ഥ എന്നറിയില്ല. നവീനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാനേജ് ചെയ്യുന്നത്. കണ്ണൂരാണ് നവീന്റെ സ്ഥലം. അപ്പൊ നവീൻ നമുക്ക് കോട്ടേജും ഒക്കെ കാണിച്ചു തരും. നവീനെ നമസ്കാരം. അപ്പോ നമ്മുടെ മിസ്റ്റി വാലിയെ കുറിച്ചിട്ട് നവീൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? മിസ്റ്റി വാലി എന്ന് പറയുന്നത് നമ്മുടെ അട്ടപ്പാടിയാണ് സ്ഥലം വരുന്നത്. അതായത് നമ്മുടെ ആലപ്പട്ടി പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. ഇത് നമ്മൾ 5 ഏക്കർ പ്രോപ്പർട്ടിയാണ്. നമുക്ക് ഒരു 4 കോട്ടേജ്, അതുപോലെ തന്നെ ഒരു 10 റൂമാണുള്ളത്. 10 റൂം എന്ന് പറയുന്ന സമയത്ത് അതിനാണ് നിങ്ങൾ പാലസ് എന്നുള്ള. അത് ശരി, 10 റൂമാണ് വരുന്നത്. അത് ശരി. അതുപോലെ തന്നെ അപ്പൊ കോട്ടേജസിൽ നമുക്ക് എന്തൊക്കെയാണ് സൗകര്യങ്ങൾ ഉള്ളത്? ഒരു കപ്പിൾ കോട്ടേജ് മാതിരിയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് 2 പേർ ചെയ്യാൻ പറ്റുന്ന. പക്ഷെ നമുക്ക് പാലസ് എന്ന് പറയുന്നത് ഒരു റൂമിൽ 8 പേര്, 5 പേര്, അതായത് ഗ്രൂപ്പായിട്ട് വരുന്നവർ. അത് ശരി. ഇതിപ്പോ ഈ ഒരു കോട്ടേജ് എന്താണ് അതിന്റെ ഒരു പ്രൈസ് വരുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് ശരി, നമുക്ക് ലഞ്ച് ഡിന്നർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ്? ഒരു ബെഡ്റൂം, എക്സ്ട്രാ ബെഡ് കൊടുത്തിട്ടില്ല. ഫുഡിനാണെങ്കിൽ അവിടെ പിന്നെ AC-യുടെ ആവശ്യമില്ല. വലിയ ഫുൾ ടൈമിലാണ്. അവിടെ കണ്ട പോലത്തെ ടേബിളല്ല, കുറച്ചുകൂടെ അതിന്റെ ടേബിളും ചെയറുമാണ്. കുറച്ചും കൂടെ ഒരു റിച്ച്നെസ് കൂടുതലാണ്. ടോയ്ലറ്റുകളുടെ വ്യത്യാസമുണ്ട്. 24 hours hot water. ഏറ്റവും നല്ല വലിപ്പമുള്ള ടോയ്ലറ്റ് തന്നെ. സ്പേഷ്യസ് ആണ്. എല്ലാ ടോയ്ലറ്റ്സും നല്ല വലിപ്പമുണ്ട്. കോട്ടേജിന്റെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ലൊരു ക്യൂട്ടായിട്ടുള്ള പ്രൈവസി ആയിട്ട് വീട് പോലെ. ഇതാണ് പാലസ് എന്ന് പറഞ്ഞിട്ടുള്ള സെഗ്മെന്റ്. ഇവിടെയാണ് നമുക്ക് ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് താമസിക്കാൻ പറ്റുക. ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. കണ്ടോ, ഇതവിടെ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് ആസ്വദിക്കാം.
നല്ലൊരു ബാൽക്കണി, മൗണ്ടൻ വ്യൂ. കാടും മലകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്ഥലം. അതെ, എങ്ങ് നോക്കിയാലും നല്ലൊരു പച്ചപ്പ്, പ്രകൃതി രമണീയമായ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. ഇതാണ് അപ്പർ ഡെക്ക് റൂം അല്ലേ? അതെ, താഴെ മുകളിലുമായിട്ട്. മുകളിൽ 2 കട്ടിലുണ്ട്. മുകളിൽ 2 കട്ടില്. ഇവിടെ ഒരു കട്ടിലുണ്ട്, ഇവിടെ ഒരു കട്ടിലുണ്ട്. അത് ശരി. അപ്പൊ ഇതിന്റെ എങ്ങനെ പ്രൈസ് വരണേ? ഇതിപ്പം ഞങ്ങള് പ്രൈസ് എന്ന് പറയുന്നത് പിന്നെ സെയിം പ്രൈസ് ആണ്, 4,500. ആ, 2 പേരുണ്ടാവും. ആ. ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ നമ്മൾ എക്സ്ട്രാ പെർഹെഡാണ് ചാർജ് ചെയ്യുന്നത്. ആ ഹാ ഹാ. റൂമിൽ 8 പേര് താമസിക്കുന്നതാണ് 2 പേർക്ക് 4,500 ആ, പ്ലസ് എക്സ്ട്രാ പെർഹെഡ് 1,500 രൂപ എന്നുള്ള രീതിയിൽ. അപ്പൊ മുകളിൽ 2 പേരാണെങ്കിൽ 3 4 3 7 500 വരും. എക്സ്ട്രാ ബെഡും ചെയ്ത് കൊടുക്കും. കൂടാതെ നല്ല സ്പേസ് ആണ്. ബാച്ചിലേഴ്സ് ആണെങ്കിൽ 10 പേരൊക്കെ ആ ഹാ ഹാ. ഒരു എടുത്താൽ മതി അല്ലേ? ഇവിടെ ഇപ്പൊ ഡബിൾ കോട്ട് പോലെയുണ്ട്, ഇതും ഡബിൾ കോട്ട് പോലെ 2 ആൾക്ക് കിടക്കാം, 4 പേരായില്ലോ. പിന്നെ താഴെയുണ്ട്, സ്പേസ് ഉണ്ട്. ഒരു 8 പേർക്ക് അങ്ങനെയാണ് സുഖമായിട്ട് കിടക്കാം. അപ്പൊ ഇതില് പാലസിലെ റൂം, താഴത്തെ റൂം, ഇന്റർ കണക്റ്റഡ് റൂംസ് 5, 4 റൂം. സെൻട്രൽ ഇന്റർ കണക്ഷൻ ഇല്ല, ഫസ്റ്റ് ലാസ്റ്റ് ഇന്റർ കണക്ഷൻ. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ട് 3 ഫ്ലോറ് അപ്പർ ഡെക്കുള്ളത്, 3 റൂം അപ്പർ ഡെക്ക്, 2 റൂം. പക്ഷെ അത് കണക്ഷൻ അല്ല എന്ന് മാത്രം. അപ്പൊ പാലസിന് മൊത്തം ഇപ്പൊ 10 റൂമാണല്ലോ, സ്പേഷ്യസ് ആയിട്ട് അല്ലേ? അതെ അതെ. ഇപ്പൊ കോട്ടേജസ് 4. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ ആനക്കട്ടിയിലാണല്ലോ, പ്രോപ്പർ ആനക്കട്ടി എന്ന് ഷോളയോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഏത് വഴി ആണ് നമുക്ക് കുറച്ചും കൂടെ, ഞങ്ങളിപ്പോൾ കോയമ്പത്തൂർ വഴിയാണ് വന്നത്, അപ്പോൾ മണ്ണാർക്കാട് നിന്നും വരാമല്ലോ അല്ലേ? ശരിക്കും ആനക്കട്ടിയിൽ നിന്ന് ഇവിടേക്ക് ഇങ്ങോട്ട് എത്ര ദൂരം ഉണ്ടാവും? ആനക്കട്ടിയിൽ നിന്ന് നമുക്കിപ്പം ഇവിടത്തേക്ക് 8 കിലോമീറ്റർ ആണുള്ളത്. ആനക്കട്ടിയിൽ നിന്ന് 8 കിലോമീറ്റർ. ഷോളിയൂർ റോഡാണ് വരുന്നത്. ഇത് ആക്ച്വലി ഷോളിയൂർ പഞ്ചായത്ത്. അതായത് ആനക്കട്ടിയിൽ നിന്ന് ഷോളിയൂർ റോഡിൽ 8 കിലോമീറ്റർ ആണ് മുനിസിപ്പാലിറ്റി ഡിസ്ട്രിക്ട്. ശരിക്കും ഇത് കേരളം തന്നെ, കേരളമാണ്, പാലക്കാട് ഡിസ്ട്രിക്ട് ആണ്. അതെ. അത് മാത്രമല്ല ഇത് ഷോളിയൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരണം. പോലീസ് സ്റ്റേഷനിൽ വരുന്ന മിസ്റ്റി വാലി. പിന്നെ വന്നിട്ട് നമുക്കിതിപ്പം കോയമ്പത്തൂരിന്ന് ഈ പാലക്കാട് ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ കോയമ്പത്തൂർ വഴി വരുന്നത് ഈസി, നല്ല റോഡായിരുന്നു. അതായത് കാരണം 25-30 കിലോമീറ്റർ ആണ് കോയമ്പത്തൂർ. അതെ 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 അതെ. നമുക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. നമുക്ക് ഇതുവഴി ഊട്ടി പോകണമെങ്കിൽ ഇതുവഴി കൂണൂർ മേട്ടുപ്പാളയം വഴി ഊട്ടിയിലേക്കുള്ള ഒരു 130 മുകളിൽ കിലോമീറ്റർ. അത് ശരി ശരി ഡിസ്റ്റൻസ് വരും. പിന്നെ വന്നിട്ട് തിരുപ്പൂര് പഴനി ആ റൂട്ട് പോകണമെങ്കിൽ അങ്ങനെ പോകുന്നവർക്ക് പോവാം. കോയമ്പത്തൂർ വഴി തന്നെ പോകും. ഇങ്ങനെ എവിടേക്ക് ബുക്ക് ചെയ്യാം? ഫോൺ നമ്പർ ആണോ അല്ലെങ്കിൽ? അതിനിപ്പോ നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്. നമ്മുടെ എല്ലാ ഡേറ്റുകളും ഓൺലൈൻ ബുക്കിംഗിൽ ഒന്ന് ചെയ്യാം. പിന്നെ നമ്മുടെ തന്നെ നമ്പറുകളുണ്ട്, അത് ഓഫ്ലൈനായിട്ട് കോൾ ചെയ്ത് ബുക്ക് ചെയ്യാം. അങ്ങനെ 2 രീതിയിലാണ് നമ്മളിപ്പം ബുക്കിംഗ് നടക്കുന്നത്. പിന്നെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ? പേയ്മെന്റ് നമ്മളിപ്പം പിന്നെ ബുക്കിംഗ് ടൈമിന് നമ്മൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു കൊടുത്തതിന് നമ്മളുടെ അഡ്വാൻസ് പേയ്മെന്റ് വാങ്ങിക്കും. ശരി ശരി. അഡ്വാൻസ് പേയ്മെന്റ് വാങ്ങിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അത് പിന്നെ റൂം ബുക്കിംഗ് ആവുന്നത്. അതിനുശേഷം ചെക്ക് ഇൻ ടൈമിലാണ് നമുക്ക് ബാലൻസ് പേയ്മെന്റ് നിർബന്ധമായിട്ടും ചെക്ക് ഇൻ ടൈമിലാണ് നമ്മൾ ചെയ്യുന്നത്. റൂം റെന്റ് ബാലൻസ് പേയ്മെന്റ് ചെയ്യും. പിന്നെ ചെക്ക് ഔട്ട് ടൈമിൽ നമ്മൾ പിന്നെ എക്സ്ട്രാ ഫുഡ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെക്ക് ഔട്ട് ടൈമിൽ നമ്മൾ ബില്ല് സെറ്റിൽ ചെയ്യാം. റെസ്റ്റോറന്റ് ബില്ല് കാര്യങ്ങളൊക്കെ. ശരി ശരി. അപ്പം നിങ്ങളിപ്പോൾ ബാച്ചിലേഴ്സിനെയും അതേപോലെ മീറ്റിങ്ങുകളായാലും ഹണിമൂൺ കപ്പിൾസിനും എല്ലാം അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം പിന്നെ ബർത്ത്ഡേ ഫംഗ്ഷൻ, അതുപോലെ തന്നെ മീറ്റിങ്ങുകൾ, അതായത് കമ്പനി മീറ്റിങ്ങുകൾ വരുന്നു. ഒരു 50-60 പേരുള്ള മീറ്റിങ്ങുകൾ ഒരുപാട് വരും. അപ്പോൾ അവരൊക്കെ നമുക്ക് പാക്കേജ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോ നമ്മൾ 3 നേരം ഫുഡ്, 3 ടൈംസ് ഫുഡ്, അതായത് ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ഈവനിങ് ടീ, സ്നാക്സ്, അങ്ങനെ ഒരു പാക്കേജ് ആയിട്ട് ചെയ്യുന്നു. ആ രീതിയിൽ ചെയ്യും. മിസ്റ്റി വാലിയുടെ ഓണേഴ്സ് വന്നിട്ട് സിംഗപ്പൂരാണ്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം സിംഗപ്പൂരിൽ നിന്ന് ട്രാവൽ ചെയ്തപ്പോൾ കോയമ്പത്തൂർക്ക് വന്ന വഴിക്ക് ഞങ്ങളുടെ ഒപ്പമാണ് ഡോക്ടർ, അതായത് ഇവിടെ ഒരാൾ ഡോക്ടറും ഒരാൾ IT ഫീൽഡിലുമാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഫാമിലി ആയിട്ട് സിംഗപ്പൂരാണ്. അപ്പം
ഞങ്ങൾ വർത്തമാനം പറഞ്ഞു വന്നപ്പോൾ ഞങ്ങളോട് പറയണ്ട ഇങ്ങനെ ആനക്കട്ടിയിൽ അവർക്കൊരു പ്രോപ്പർട്ടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്തായാലും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം ഞങ്ങൾ നേരെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞ് നേരെ ഇന്നത്തെ ദിവസം ബുക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നു. നല്ല ഒരു അനുഭവമായിരുന്നു. എന്താ പറയുക, എല്ലാവരും ഹാപ്പിയായി. കാരണം പൂളുണ്ട്, നല്ല പൂളാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പൂളാണ്. ഭക്ഷണമാണെങ്കിലും നല്ലതായിരുന്നു. താമസം വളരെ റീസണബിളായിട്ട്, പ്രൈസൊക്കെ വളരെ റീസണബിളാണ്. ഇവിടെയൊക്കെ നല്ല പ്രൈസാണ് അത്യാവശ്യം. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു റൂമിന് 4500 ആണ്. ഇൻ്റർ കണക്റ്റഡ് റൂംസ് നമുക്ക് ലഭിച്ചു. എല്ലാം കൊണ്ടും ഭയങ്കര സുഖമാണ്. പിന്നെ കാറ് നമുക്ക് കൊണ്ടുവരാം. വലിയ റോഡ് മോശമൊന്നുമില്ല. അപ്പം ഞങ്ങൾ പാലക്കാട് നിന്ന് ആയതുകൊണ്ട് നേരെ കോയമ്പത്തൂർ വഴി ആനക്കട്ടിയിൽ വന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ പെറ്റ്സ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പട്ടിക്കുട്ടികളെയൊക്കെ നിങ്ങളുടെ കയ്യിൽ കരുതാം, ഒരു പ്രശ്നവുമില്ല. എന്തായാലും ഹോൾ ടുഗദർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കല്ല, ഇനിയിപ്പോൾ ഇവരുടെ അപ്പൂസിൻ്റെ അമ്മൂസിൻ്റെയും മഞ്ജുവിൻ്റെ ഒക്കെ അഭിപ്രായം കൂടെ ചോദിക്കാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ താഴെയാണ് റൂം എടുത്തത്. കാരണം അമ്മയ്ക്ക് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരാൻ പറ്റില്ല. ഒട്ടും സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ്. പക്ഷെ എനിക്കും റൂം മുകളിലേ ഇഷ്ടപ്പെട്ടത്. കാരണം ഒരു കുട്ടികളൊക്കെ ഉള്ളപ്പോൾ അവർക്ക് മുകളില് അപ്പർ ഡെക്കൊക്കെ ഉള്ളപ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. തന്നെയല്ല, താഴെ നിന്നുള്ള വ്യൂവിലും നല്ല വ്യൂ മുകളിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതാണ് താഴെ നല്ലതാണ്. സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് താഴെ, സ്റ്റെപ്പ് കയറാൻ പറ്റുന്നവർക്കൊക്കെ മുകളിലായിരിക്കും നല്ലത്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ. നല്ല ആംബിയൻസ് ആണ്. ഇവിടെ ഇങ്ങനെ ചെയറൊക്കെ ഇട്ട് നല്ല ചൂരൽ കസേരകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഇരിക്കാം. ആ ചൂരലിന്റെ ടീപ്പോയി ഒക്കെയാണ് കണ്ടത്. നല്ലൊരു വ്യത്യാസമുള്ളൊരു ആംബിയൻസ് തന്നെയാണ് ഇവിടെ. വ്യൂ ആണ്, ഭയങ്കര രസമാണ് ഇവിടുത്തെ വ്യൂ. അപ്പോൾ ഇഷ്ടമായോ? ഇഷ്ടമായി, ഇനിയും വരും. അപ്പോൾ അമ്മുവിൻ്റെ ക്രിസ്മസ് എക്സാം ലീവും എല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് നാളെ സൺഡേ സ്കൂൾ തുറക്കുകയായി. അപ്പോൾ അപ്പൂൻ്റെ അങ്ങനെയൊക്കെ തന്നെ. നാളെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി നാളെയാണ്. അപ്പം ഞങ്ങൾ ഇന്ന് പക്ഷേ തിരിച്ചു പോവാം. കാരണം തിങ്കളാഴ്ച എല്ലാവർക്കും സ്കൂളും വർക്കിംഗ് ഒക്കെ ആയതുകൊണ്ട്. ഞങ്ങൾ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ഇത് എന്താ ഒരു പ്രത്യേകത വിചാരിച്ച് നോക്കുമ്പോൾ അതാത് കണ്ടോ, ഏറുമാടം റോഡ് സൈഡ് തന്നെ. ഇത് ഇങ്ങനെ കാട്ടിലിങ്ങനെ കാടാണ് ഫുള്ള്. ഈ റോഡ് സൈഡിലായിട്ട് കോണിയൊക്കെ വെച്ചിട്ട് ഏറുമാടം കെട്ടി ഇട്ടേക്കണം. ആരോ താമസിക്കുമായിരിക്കും ഇവിടെ. കോണിയൊക്കെ ഉണ്ട് കേട്ടോ മുകളിലേക്ക് കയറി പോകാനായിട്ട്.